1943 അതായത് വേൾഡ് വാർ 2 നടക്കുന്ന സമയത്ത് US നേവിയുടെ ഒരു യുദ്ധക്കപ്പലായ USS എൽറിഡ്ജ് പെട്ടെന്ന് ഫിലഡൽഫിയൻ ഷിപ്പ്യാർഡിൽ നിന്ന് അപ്രത്യക്ഷമായി പോവുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അതിലുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ എന്ത് സംഭവിച്ചു? നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലെറ്റ്സ് ഗോ. അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. US നേവി അവരുടെ സ്റ്റെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവരുടെ യുദ്ധക്കപ്പലായ USS എൽറിഡ്ജിനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് ബാക്കിയുള്ള കൺട്രീസിന്റെ റഡാറിൽ സെൻസ് ചെയ്യാതെ തന്നെ അവരുടെ യുദ്ധക്കപ്പലിനെ ടെലിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിനായിട്ട് അവർ യൂസ് ചെയ്തത് ഐൻസ്റ്റൈൻസ് യൂണിഫൈഡ് ഫീൽഡ് തിയറിയാണ്. ഇങ്ങനെ ഒരു ടെലിപ്പോർട്ടേഷൻ ഹിസ്റ്ററിയിൽ ഇതുവരെ നടക്കാത്തതുകൊണ്ട് അവർക്ക് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ലായിരുന്നു. ടെലിപ്പോർട്ടേഷന് ശേഷം ഈ യുദ്ധക്കപ്പൽ ഫിലഡൽഫിയയിൽ നിന്നും 300 കിലോമീറ്റർ ദൂരെയുള്ള നോർഫോക്ക് എന്ന് പറയുന്ന വിർജീനിയയിലെ ഒരു സ്ഥലത്താണ് എത്തിയത്. അവിടെ നിന്ന് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് തിരിച്ച് വീണ്ടും ഫിലഡൽഫിയൻ ഷിപ്പ്യാർഡിൽ തന്നെ വന്നെത്തി. ഫിലഡൽഫിയ ഷിപ്പ്യാർഡിലേക്ക് തിരിച്ചെത്തിയ യുദ്ധക്കപ്പലിലോട്ട് നോക്കിയപ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സിന് കാണാൻ സാധിച്ചത് അതിനകത്തെ ആൾക്കാരുടെ എല്ലാം ബോഡി പാർട്സ് ഷിപ്പിന്റെ പല പാർട്സുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് ആൾക്കാരുടെ ബോഡി പാർട്സ് ഷിപ്പിലേക്ക് വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നവരാണ് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിന് കാണാൻ പറ്റിയത്. പിന്നെ അങ്ങനെ വെൽഡ് ആകാത്ത ആൾക്കാർക്കെല്ലാം വട്ട് പിടിച്ചതിന് സമാനമായിട്ട് ആൾക്കാർ അതിലെ ഇതിലെ നടക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ സാധിച്ചതെന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് പറയുന്നത്. ഈ കഥ നമുക്ക് ചുമ്മാതെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ടെലിപ്പോർട്ടേഷൻ ഇപ്പോൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജിയിൽ ടെലിപ്പോർട്ടേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇപ്പോൾ സയന്റിസ്റ്റ് നമ്മുടെ സ്പേസിലേക്ക് ഇവിടെ നിന്ന് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നത് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ വഴിയാണ്. ഇനി നമുക്ക് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്താണെന്ന് നോക്കാം. ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സൈഫൈ മൂവീസിൽ കാണുന്ന പോലെ മനുഷ്യരെയോ അല്ലെങ്കിൽ ഷിപ്പിനെയോ അല്ല ഇവിടെ ടെലിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടെലിപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടിക്കിൾസിനെയാണ്. നമ്മൾ ഇവിടെ കാണുന്ന പോലെ ക്വാണ്ടം സ്റ്റേറ്റിൽ കുറച്ച് പാർട്ടിക്കിൾസിനെ വെച്ചിട്ട് അതിൻ്റെ എനർജി നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ട് അതേ സെയിം എനർജി നമ്മൾ വേറൊരു ദൂരെയുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളിത് മനുഷ്യരിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആളുടെ എനർജി ഫുള്ള് ഡിസ്ട്രോയ് ചെയ്ത് അവരെ അൺകോൺഷ്യസ് ആക്കിയിട്ട് വേറൊരു സ്ഥലത്ത് അവരുടെ അതേ എനർജി ട്രാൻസ്ഫർ ചെയ്ത് അവരെ ടെലിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മനുഷ്യരിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വെച്ചിട്ട് നമുക്ക് മനുഷ്യരെ ഒരു രീതിയിലും ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം മനുഷ്യനിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അതിലെ ഫുൾ എനർജിയും ഡിസ്ട്രോയ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യരിൽ ഇങ്ങനത്തെ ടെക്നോളജി വരാൻ കുറേ വർഷങ്ങൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ സൈഫൈ വീഡിയോസിനോട് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.